കൊച്ചി കളമശ്ശേരിയിൽ കാർബറണ്ടം കമ്പനിയിലെ പൊട്ടിത്തെറിയിൽ പരിഭ്രാന്തരായി നാട്ടുകാർ. ഇന്നലെ പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ 50-ലധികം വീടുകൾക്ക് കേടുപാട് ഉണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കളമശ്ശേരി കാർബറാണ്ടം കമ്പനിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ശബ്ദം കേട്ട് നാട്ടുകാർ പരിഭ്രാന്തരാകുകയും എല്ലാം തന്നെ ചെയ്തത്. ഇവിടേക്ക് എത്തുമ്പോൾ ഈ പരിസരത്ത് നേരത്തെ തന്നെയും ആളുകളുടെ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ഈ റോഡിലെ ഈ മണ്ണിടിച്ചിലാണ്. ഇവരുടെ കാർബറാണ്ടത്തിന്റെ ഒരു കോമ്പൗണ്ട്, അതിന്റെ ഒരു മതിൽ അവസാനിക്കുന്ന ഇടമാണ്. വലിയ രീതിയിൽ തന്നെ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലടക്കം ഉണ്ട്. അത് നാട്ടുകാർ കഴിഞ്ഞ കുറെ നാളുകളായി അവരോട് പറയുകയും ഇത് വളരെ പെട്ടെന്ന് ഇത് അപകട ഭീതി ഒഴിവാക്കണമെന്നെല്ലാം അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം. അതിനിടയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ വലിയ സ്ഫോടന ശബ്ദം കേൾക്കുകയും വലിയ രീതിയിൽ അവർക്ക് പരിഭ്രാന്തരാകുകയും എല്ലാം തന്നെ ചെയ്തത്. ഈ വീടിന്റെ ഭിത്തിയിലെല്ലാം ഇടിഞ്ഞിരിക്കുന്ന ചിന്നലുകൾ വീണതിന് വിള്ളലുകൾ വീണ ഒരു സ്ഥിതിയാണുള്ളത്. പല വീടുകൾ ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധിയായ വീടുകൾക്ക് ഈ രീതിയിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 ഈ ശബ്ദം വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ പല വീടുകൾക്കും ഈ രീതിയിലുള്ള വിള്ളലുകളടക്കം കാണപ്പെട്ടു എന്ന് പറയുന്നു. എത്ര മണിക്കായിരുന്നു ഇത് ഉണ്ടാവുന്നത്? പുലർച്ചെ ഒരു 3:45 ഈ സൗണ്ട് കേട്ട് ഞങ്ങള് അകത്ത് ഇതേമാതിരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോഴത്തേക്കും ആൾക്കാർ മുഴുവനും ഓടി പുറത്തിറങ്ങി. എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. വീട് ആകെ കിടന്ന് കിടുങ്ങണായിരുന്നു. ഈ ജനലും വാതിലൊക്കെ അടക്കണ മാതിരി. അങ്ങനെ ഓടി പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് രണ്ടുപേരും വണ്ടി എടുത്ത് വേഗം കമ്പനി പഠിക്കാൻ കമ്പനി ചെന്ന് സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഓഫീസിൽ ആളില്ല, എല്ലാരും പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവരിങ്ങോട്ട് പോരുകയും ചെയ്ത്. അതിൽ പോയ ഒരാളിതേ ഇവിടെ ഉണ്ട്. പിന്നീട് ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും പേടിച്ചിങ്ങനെ റോഡിൽ തന്നെ നിൽക്കായിരുന്നു. പിന്നെ വെളുപ്പായപ്പോഴാണ് എല്ലാരും അകത്തോട്ട് കയറിയത്. ഇത് ഈ പുകയുടെ ശല്യം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് ഈ മതിൽ ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും 2 വർഷമായിട്ട് ഇവരോട് പറയുവാണ് ഈ ഫ്രണ്ടിലത്തെ മതിലൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട്. അത് ഇതുവരെയും അവര് വന്ന് നോക്കി, കുറച്ചുപേര് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്ന് നോക്കി പോണതല്ലാതെ ഒരു നടപടി അതിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. അത് പിള്ളേര് മക്കള് വെളുപ്പിനും ഒക്കെ മദ്രസയിലും ഒക്കെ പോണേ. ഇപ്പൊ നല്ല മഴയും തുടർച്ചയായി പെയ്യുന്ന സമയമാണ്. അപ്പൊ അത് കുഞ്ഞു മക്കൾ വരെയും റോഡിന്റെ അരികിൽ കൂടി ഇങ്ങനെ ഈ അറ്റത്തുനിന്ന് അറ്റം വരെ മതിൽ ഇടിഞ്ഞിരിക്കുക. വേറെ വീടുകളൊക്കെ ഈ രീതിയിൽ ഒരുപാട് വീടുകൾ ഇപ്പൊ ഇതിന്റെ കാർമാടത്തിന്റെ മുട്ടാറിലേക്ക് പോകുന്ന ഭാഗത്താണെങ്കിലും അവിടെയും ഒരുപാട് വീടുകൾക്ക് ഇതേപോലെ വിള്ളലും ജനലൊക്കെ ഇളക്കി എടുക്കുന്ന പോലെയുള്ള ഇതാണ്. മൊത്തം എല്ലാ വീടുകൾക്കും പരിക്കുണ്ട്.